ജീവിതം ഒരു പുസ്തകം പോലെയാണ് അല്ലേ? അതിൻ്റെ പുതിയ പുതിയ പേജുകളാണ് ഓരോ ജന്മദിനവും. മോളൊക്കെ ഇന്ന് വന്നു, മോളുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ എന്നാൽ ഒരു കേക്ക് മേടിച്ച് മുറിച്ചേക്കാമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ദിവസത്തിന് കേട്ടോ. ഡ്യൂട്ടിയായിരുന്നു, പിന്നെ മാതാവിൻ്റെ ഫീസ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നൊവേനയുണ്ട് പള്ളിയിൽ, വേഗം ഒന്ന് അങ്ങോട്ട് പോകണം. എന്നാലും അതിനൊക്കെ മുമ്പ് പെട്ടെന്നൊരു കേക്ക് അങ്ങ് മുറിച്ചേക്കാമെന്ന് വെച്ചു. നമ്മൾക്ക് ഇവരുടെ ഓർമ്മകൾ എന്നും മനസ്സിലൊരു സംഗീതം പോലെയാണ് അല്ലേ? അവരുടെ ചാട്ടവും ചിരിയും കുസൃതികളും ഒക്കെ ചെറുപ്പത്തിലേ നമ്മളെപ്പോഴും ഓർക്കും. പിന്നെ അവരുടെ ഓർമ്മയെന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും അതൊരു വെളിച്ചമാണ്. ഇതിലൊക്കെ കൂടുതലായിട്ടുണ്ടല്ലോ ഓരോ ബർത്ത്ഡേയും ഒരു നല്ല കോൺഫിഡൻസ് കൂട്ടണം. അല്ലാതെ ചുമ്മാ ബർത്ത്ഡേ വന്നിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ ബർത്ത്ഡേക്ക് കേക്കുകൾ മുറിച്ച് എല്ലാവരും എൻജോയ് ചെയ്യുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു. ചെറുപ്പം മുതലേ ഇവൾക്ക് മധുരത്തോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോൾക്ക്. അപ്പോൾ ഉണ്ടല്ലോ ചെറുപ്പത്തിൽ ബർത്ത്ഡേക്കൊക്കെ വലിയ വലിയ കേക്കിൻ്റെ പീസ് മുറിച്ച് ഒരൊറ്റ വിഴുങ്ങലാണ്. കാരണം വേറെ വല്ലൊരു തിന്നുവെന്ന് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒക്കെയുള്ള ഓർമ്മകൾ ഇന്നും എനിക്കുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാവരെയും ഇനിയിപ്പോൾ ഒരാൾ കൊടുത്തിട്ട് വീണ്ടും കൊടുക്കാൻ ചെല്ലുവോ ആ കേക്കൊന്ന് മുറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അവളെല്ലാവരെയും കണ്ണുരുട്ടി പേടിപ്പിച്ചു വിടും കേട്ടോ. അതാണ് പണ്ടും അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. കൊച്ചുങ്ങളൊക്കെ വളർന്നു പോയി, അവരുടെ ചെറിയ കൈകളിൽ വലിയ ലോകമുണ്ട്. അതൊക്കെ ശരി തന്നെയാണിപ്പോൾ. പക്ഷേ അവരുടെ കുട്ടിത്തങ്ങളും അവരുടെ കാട്ടായും ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയാണ് അല്ലേ? അതിനൊന്നും ഒരു മാറ്റവും വരത്തില്ല, അവർക്കും വരത്തില്ല, നമുക്കും വരത്തില്ല. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഫോട്ടോ സെക്ഷൻ. അത് പിന്നെ ഏതൊരു കാര്യത്തിനും ഫോട്ടോ സെക്ഷൻ ഉണ്ടല്ലോ. വേണ്ടവരും വേണ്ടാത്തവരും എല്ലാം നിന്ന് ഫോട്ടോ എടുക്കലാണ്. അതിന് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ മുറ പോലെ നടക്കും. എന്നിട്ടും ഇതുവരെ കേക്ക് കൊടുത്ത് തീർന്നിട്ടില്ല. കാരണം പിള്ളേരൊന്നും സമ്മതിക്കണ്ടേ. അങ്ങനെ എല്ലാവരുടെയും കേക്ക് കൊടുത്ത് തീർന്നു കഴിഞ്ഞിട്ട് വേണം അതൊന്ന് മുറിച്ച് നാമാവശേഷം ആക്കാനെന്നുള്ള മട്ടിലാണ് കൊച്ചുങ്ങളുടെ നടപ്പ്. ഇനി കണ്ടോണം, ഇനി അവിടെ ഒരു അടിപിടി കൊലപാതകമാണ്. ഇത് കേക്ക് തിന്നാലും വേണ്ടിയല്ല, തിന്നില്ലേലും വേണ്ടിയല്ല, അതെല്ലാം മുറിച്ച് അവിടെ എല്ലാം ഇട്ട് നാശക്കോടാലി വരുത്തും. പക്ഷെ അങ്ങനെയാണ് എവരുടെ ഒരു നിലപാട്. പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻ കണ്ടോണം. ഇനി കാർച്ച, കൂവിച്ച, തുണിമാറിച്ച, അങ്ങനെ പോകുന്നു 100 കൂട്ടം കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനകത്ത് എൻജോയ് ചെയ്തല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ പീസ് കേക്കൊക്കെ തിന്നിട്ട് പള്ളിയിലോട്ട് വേഗം